ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ട്രാഫിക് ലൈറ്റ് ആണ്. ട്രാഫിക് ലൈറ്റിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവരും കാണുന്നതാണ് റോഡിലൊക്കെ. ഈ റെഡ് ലൈറ്റ് പറയുമ്പോൾ വണ്ടി നിർത്തണം, മഞ്ഞ ആകുമ്പോൾ വണ്ടി നമ്മളൊന്ന് ഒരുങ്ങണം വണ്ടി എടുക്കാതെ. പച്ച മുന്നേ കത്തുന്നതിന് ഒരു വാണിംഗ് ലൈറ്റാണ് മഞ്ഞ. അതേപോലെ പച്ച കത്തുമ്പോൾ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ പച്ച കത്തുന്ന മുന്നുള്ള വാണിംഗ് ലൈറ്റാണ് മഞ്ഞ. ഇത് മാത്രമല്ല, അതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ചുവപ്പ് പച്ച ഇത് രണ്ടും പ്രാഥമിക വർണ്ണങ്ങളാണ്, പ്രൈമറി കളേഴ്സ് ആണ്. എന്ത് സെക്കൻഡറി കളറാണ് നമ്മളെ മഞ്ഞ, അതായത് ദ്വിതീയ വർണ്ണമാണ്. ഈ പച്ചയും ഈ ചുവപ്പും പച്ചയും കൂടി കലർന്ന കളറാണ് മഞ്ഞ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. അപ്പോൾ ഈ ട്രാഫിക് ലൈറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആ പെട്ടിയുടെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ടൊരു വര വരച്ചിട്ട് അവിടെ സർക്കിളുകൾ 3 കറക്റ്റ് സെൻട്രലായി വരുന്ന രീതിയിൽ വരച്ചതാണ്. അതിന് വേണ്ടിയിട്ടാണ് ആ ലൈനൊക്കെ ഇട്ടത്. അപ്പോൾ ഈ എടുത്ത സർക്കിൾ പറഞ്ഞാൽ ആ പെട്ടിക്ക് കറക്റ്റ് ഫിക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് മൂവിങ് സാധ്യമാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് ഒരു 5 ml അല്ല 5 mm അല്ല അതിൽ കുറവ് 5 mm കുറവ് എടുക്കുക, എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത് നമുക്കതിൽ മൂവിങ് സാധ്യമാവും. അപ്പോൾ ഈ എല്ലാ 3 സർക്കിളും ഒരേ അകലത്തിലാണ് മുറിച്ചെടുക്കാൻ, എല്ലാതും ഒരേ അളവ് വേണം. അപ്പോൾ ഒരു സർക്കിൾ എടുത്ത കോമ്പസിൻ്റെ അതേ അളവ് തന്നെ ബാക്കി 2 സർക്കിളിനും വെച്ച് നമ്മൾ മുറിച്ചെടുക്കുക. ഈ സർക്കിളിൽ ഇപ്പോൾ വെള്ള പേപ്പർ ചെയ്തിട്ടു, ശേഷം കളർ ചെയ്തു, ബ്ലാക്ക് ഒരിടത്തും മറ്റേ സൈഡിലൊരു കളറും ചെയ്തു. പിന്നെ പെട്ടിയിൽ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ആ നൂലും ടാപ്പും വെച്ചിട്ട് ഒട്ടിച്ചു. അങ്ങനെ ആ നൂലുമേ നിൽക്കുന്നതുകൊണ്ട് നമുക്കതിങ്ങനെ കറങ്ങാൻ പറ്റും. അതാണ് അവിടെ ഉപയോഗിച്ച മെക്കാനിസം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പെട്ടി പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടാവും. ഇനി ആ തുറന്ന് നിൽക്കുന്ന ഭാഗം കൂടി അടച്ചു കഴിഞ്ഞാൽ സംഗതി സെറ്റായി. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.